ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച് ബ്രിട്ടന്റെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പ്രവർത്തനങ്ങളിൽ IRGC നടത്തിയതിന്റെ തെളിവുകൾ ലഭിച്ചതിനെ തുടർന്നാണ് പ്രഖ്യാപനം. ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദാണ് പ്രഖ്യാപനം നടത്തിയത്. ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ UK പിന്തുണ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. ബ്രിട്ടനിൽ IRGC പിന്തുണയ്ക്കുന്നത് ക്രിമിനൽ കുറ്റമാകും. IRGCക്ക് പുറമെ ബ്രിട്ടനിലെ ജൂത കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണങ്ങളുമായി ബന്ധമുള്ള ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ദി കമ്പാനിയൻസ് ഓഫ് ദി റൈറ്റ്, റഷ്യൻ സൈനിക ഇന്റലിജൻസ് അന്താരാഷ്ട്ര ശാഖയെ വിശേഷിപ്പിക്കപ്പെടുന്ന റഷ്യൻ ഫെഡറേഷൻ വോളണ്ടിയർ കോർപ്പറേഷൻ ഈ സംഘടനകളെയും ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കുമെന്ന് ആഭ്യന്തര സെക്രട്ടറി അറിയിച്ചു. ഭീകര സംഘടനയെ ബ്രിട്ടൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സംഘടനകളുമായി ബന്ധപ്പെട്ട ചാരവൃത്തി, വിദേശ ഇടപെടലുകൾ, അട്ടിമറി ശ്രമങ്ങൾ, ആക്രമണ സാധ്യത തുടങ്ങിയവ പരിശോധിക്കാനും പ്രതിരോധിക്കാനും പോലീസിനുള്ളിലടക്കം രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് രൂപം നൽകും. മാർച്ച് 23-ന് ഗോൾഡേഴ്സ് ഗ്രീൻ ആക്രമണങ്ങൾ നടത്തി എന്നാണ് ബ്രിട്ടന്റെ ആരോപണം. ബ്രിട്ടന്റെ ഈ പ്രഖ്യാപനം അവകാശപ്പെട്ടതുകൊണ്ടാണ് ചില തെളിവുകൾ ലഭിച്ചത്. UK-യിലെ ജൂത സമൂഹങ്ങളെ അതോടൊപ്പം സംരക്ഷിക്കുന്നതിനായി അടുത്ത 3 വർഷത്തേക്ക് ഏകദേശം 2700 കോടിയിലധികം രൂപ ചെലവഴിക്കാൻ UK സർക്കാർ പദ്ധതിയിടുന്നു. കമ്മ്യൂണിറ്റി സെക്യൂരിറ്റി ട്രസ്റ്റ് എന്ന സംഘടനയ്ക്കാണ് ഈ തുക കൈമാറുക. ജൂതന്മാരുടെ സ്കൂളുകൾ, സിനഗോഗുകൾ, ആരാധനാലയങ്ങൾ, മറ്റു കമ്മ്യൂണിറ്റി സെന്ററുകൾ എന്നിവയ്ക്ക് സുരക്ഷയൊരുക്കാൻ ഈ ഫണ്ട് ഉപയോഗിക്കും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സുരക്ഷാ ഫണ്ടിൽ വലിയ വർധനമാണ് സർക്കാർ വരുത്തിയിരിക്കുന്നത്. സുരക്ഷാ ഗാർഡുകളെ നിയമിക്കുന്നതിനും CCTV ക്യാമറകൾ, അലാറം സംവിധാനങ്ങൾ, സുരക്ഷാ വേലികൾ എന്നിവ സ്ഥാപിക്കുന്നതിനും ഈ തുക വിനിയോഗിക്കും. സമീപകാലത്തായി UK-യിൽ ജൂത സമൂഹത്തിന് നേരെ വലിയ രീതിയിലുള്ള വിദ്വേഷ അതിക്രമങ്ങളും ഭീഷണികളുമാണ് സംഭവിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് അടിയന്തര സുരക്ഷ ശക്തമാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഭയരഹിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്നും വിദ്വേഷം പടർത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും UK ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. സ്വന്തം രാജ്യത്തെ ഒരു ജനവിഭാഗത്തിന് നേരെ ഉയർന്ന ഭീഷണികളെ ചെറുക്കാനും അവരുടെ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് UK ഭരണകൂടം ഈ വൻ തുക അനുവദിച്ചിരിക്കുന്നത്. അതേസമയം ബ്രിട്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാൻ ഇന്റർനാഷണൽ ടെലിവിഷനിലെ 2 മാധ്യമ പ്രവർത്തകരെ വധിക്കാൻ ഇറാൻ നടത്തിയ ഗൂഢാലോചന ബ്രിട്ടീഷ് താൽപര്യങ്ങൾ ലക്ഷ്യമിട്ട് വിവിധ സൈബർ പ്രവർത്തനങ്ങൾ നടന്നു എന്നാണ് തെളിയിക്കപ്പെട്ടത്. ആക്രമണങ്ങളും ഭീകരവാദ സംഘടനയും പ്രഖ്യാപിക്കുന്നതിന് കാരണമായി. ബ്രിട്ടന്റെ സുരക്ഷയ്ക്കും താൽപര്യങ്ങൾക്കും വിരുദ്ധമായ വിദേശ ശക്തികളുടെ ഭീഷണി തടയുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് IRGC ഭീകരവാദ സംഘടനയായി മുദ്രകുത്തിയത്. നേരത്തെ അമേരിക്ക, യൂണിയൻ, കാനഡ, ഓസ്ട്രേലിയ, സൗദി അറേബ്യ, ബഹ്റൈൻ, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളും IRGC ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. വർഷങ്ങൾ നീണ്ട രാഷ്ട്രീയ ചർച്ചകൾക്കൊടുവിലാണ് IRGC നിരോധിക്കാനുള്ള സുപ്രധാന തീരുമാനത്തിൽ ബ്രിട്ടൻ ഒപ്പിട്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഇത്തരം കടുത്ത നടപടികൾ അത്യന്താപേക്ഷിതമാണെന്ന് ആഭ്യന്തര സെക്രട്ടറി വ്യക്തമാക്കി. IRGC കൂടാതെ മറ്റു 2 സംഘടനകളെയും ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താൻ ബ്രിട്ടൻ തീരുമാനിച്ചിട്ടുണ്ട്. ബ്രിട്ടനിലെ യഹൂദ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളുമായി ബന്ധമുള്ള ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ദി കമ്പാനിയൻസ് ഓഫ് ദി റൈറ്റ്, റഷ്യൻ സൈനിക ഇന്റലിജൻസിന്റെ അറിയപ്പെടുന്ന റഷ്യൻ ഫെഡറേഷൻ വോളണ്ടിയർ കോർ എന്നിവയാണ് നിലവിൽ മറ്റ് സംഘടനകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.